ഇപിയിൽ തീർപ്പാകാത്തതെന്ത് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ കെ സുരേന്ദ്രൻ, എല്ലാവർക്കും അറിയുന്നത് പോലെ നാളെയാണ് നിർണായകമായ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം. ഒരുപക്ഷെ ഈ EP വിവാദത്തിൽ അന്തിമ തീരുമാനം നാളെ ഉണ്ടാവുകയും ചെയ്യാം. പക്ഷേ ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഒന്ന്, ഈ പറയുന്ന സ്വജനപക്ഷപാതം ഉണ്ടായിട്ടുണ്ട് എന്ന സർക്കാരിൻ്റെ തുറന്നുള്ള സമ്മതവും അത് എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നത് സംബന്ധിച്ചെടുത്ത തീരുമാനങ്ങളുമാണ്. അതുപോലെ തന്നെ വിജിലൻസും ഇന്നൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്, ഇതിൽ പ്രാഥമിക അന്വേഷണം എന്നത്. ഈ രണ്ട് കാര്യങ്ങളിലുള്ള പ്രതികരണമാണ് ആദ്യം സൂപ്പർ പ്രൈം ടൈം അതിഥികളിൽ നിന്ന് തേടുന്നത്. ശ്രീ കെ സുരേന്ദ്രൻ, ഒന്നാമതായി ഈ വിജിലൻസിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം സ്വാഗതാർഹമാണോ? കാരണം 3 പരാതികൾ പ്രധാനമായും വിജിലൻസ് പരിഗണിച്ചിട്ടുണ്ട്, അതിലൊന്ന് താങ്കൾ നൽകിയതുമാണ്. അല്ല, വിജിലൻസിന് ഈ കാര്യത്തിൽ വേണോ വിജിലൻസിന് ഒരു പ്രാഥമിക അന്വേഷണമോ അതല്ലെങ്കിൽ ഒരു ക്വിക്ക് വെരിഫിക്കേഷനോ നടത്തേണ്ട ആവശ്യമില്ല സത്യത്തിൽ. കാരണം ഇതൊരു നോൺ കേസാണ്. ഇതൊരു അഴിമതി കണ്ടെത്തിയിട്ടുള്ള ഒരു കേസാണ്. മറ്റ് കേസുകൾ പോലെയല്ല. ഒരു ഊഹാപോഹങ്ങളുടെയോ ആരോപണങ്ങളുടെയോ അടിസ്ഥാനത്തിൽ ഒരു തെളിവ് അന്വേഷിച്ച് പോയി കണ്ടെത്തേണ്ട ഒരു കേസല്ല ഇത്. ഇത് വഴിവിട്ട നിയമനമാണ് നടത്തിയത്, നിയമവിരുദ്ധമായിട്ടുള്ള നിയമനമാണ് നടത്തിയത്. ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് നിയമനങ്ങൾ നടത്തിയത്. അതുമാത്രമല്ല, സ്വജനപക്ഷപാതം വളരെ ക്ലിയറാണ്. കാരണം ബന്ധുക്കളെയാണ് നിയമിച്ചിരിക്കുന്നത്, മറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് മെറിറ്റുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് നിയമിച്ചിരിക്കുന്നത്. ഇത് ക്ലിയറാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു തെറ്റായ നിയമനമാണ്, അതുകൊണ്ട് ഒരാൾ ചാർജ് എടുത്തില്ല, മറ്റൊരാൾ രാജിവെച്ചു. ധാരാളം ആൾക്കാർ ഇനിയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു ക്വിക്ക് വെരിഫിക്കേഷനോ ഒരു സാമാന്യ പരിശോധനയോ അല്ലെങ്കിൽ ഒരു പ്രാഥമിക അന്വേഷണമോ ഒന്നും നടത്താതെ തന്നെ FIR ഇട്ട് കേസെടുത്ത് അന്വേഷിക്കാവുന്ന ഒരു കേസാണ്. അതാണ് ആദ്യത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യത്തിൽ രണ്ടാമത്തെ കാര്യം എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തെ കാര്യത്തിൽ ഇന്ന് മന്ത്രിസഭ കുറെ തീരുമാനങ്ങൾ എടുത്തു എന്ന് മാധ്യമങ്ങളിൽ കണ്ടു. എല്ലാ നിയമനങ്ങളും റദ്ദാക്കണം. സുരേന്ദ്രൻ, അതിലേക്ക് വരാം. ശ്രീ ജോസഫ് വാഴക്കൻ, ഇവിടെ പ്രാഥമികമായൊരു പരിശോധന നടന്നിരിക്കുകയാണ്. ഏറിയാൽ ഒരാഴ്ച സാവകാശമേ അതിന് വേണ്ടി വന്നിട്ടുള്ളൂ വിജിലൻസിനെ സംബന്ധിച്ച്. അതിൽ തന്നെ ഏറിയ കൂറും ദിവസങ്ങളും അവധി ദിവസങ്ങളായിരുന്നു. വിജിലൻസ് ഡയറക്ടർ സംസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നില്ല. തിരികെ വരുന്നു, അതിനുശേഷം കൂടിയാലോചനകൾ നടക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനവും വരുന്നു എന്ന് മാത്രമല്ല, നാളെ കോടതി ഇതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും തുടർ നടപടികളെന്ന് വ്യക്തമാക്കാൻ ഒരുങ്ങുകയുമാണ് വിജിലൻസ്. അതുകൊണ്ട് വിജിലൻസ് നടപടിയിൽ അതൃപ്തിയുടെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഈ വിജിലൻസിനെ സംബന്ധിച്ചുള്ള എൻ്റെ പ്രതീക്ഷ വളരെ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനകത്ത് ഒരാഴ്ചയോളം, ഇപ്പോൾ അദ്ദേഹം അകത്തായിരുന്നോ പുറത്തായിരുന്നോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല, പക്ഷേ ഒരാഴ്ചയിൽ കൂടുതലായി ഈ വിഷയം പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ BJPയുടെ നേതാവും പരാതി കൊടുത്തിട്ട് ആ പരാതിയിന്മേൽ അദ്ദേഹം ഒരാഴ്ചയായിട്ട് ലീഗൽ ഒപ്പീനിയൻ തേടുകയാണ്. ഇതിനു മുമ്പ് കേരളത്തിൽ പല കാര്യങ്ങളിലും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഊമക്കത്തുകളുടെ അടിസ്ഥാനത്തിൽ ക്വിക്ക് വെരിഫിക്കേഷൻ അല്ല FIR നേരിട്ടുള്ള ചരിത്രമാണ് പലപ്പോഴും ഈ അടുത്ത കാലത്ത് വിജിലൻസിന് കാണാറുള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ വിജിലൻസ് ഇവിടെ ചെയ്തിട്ടുള്ളത് വളരെ വളരെ നിരാശാജനകമായ ഒരു നടപടിയാണ്. മാത്രമല്ല, ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വിജിലൻസ് മാനുവലിൽ പെട്ടിട്ടുള്ള 42 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കേണ്ട ഒരു ക്ലിപ്ത സമയം നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. ഈ പ്രാഥമിക എൻക്വയറി എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ഇത് ഒരു അത്രമാത്രം ഗൗരവമുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, അത് FIR ഇടേണ്ട ഒരു കേസിന് പ്രാഥമിക അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ്. മാത്രമല്ല, ഇന്ന് രാവിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്ന് വിജിലൻസിൻ്റെ ഡയറക്ടറെ വിളിച്ചു വരുത്തി ഈ കാര്യത്തിൽ തെറ്റായ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. ഇത് വെറുതെ കണ്ണിൽ പൊടിയിടാനും കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം മാത്രമാണ്. അല്ലെങ്കിൽ നമുക്ക് നാളെ ഇത് കാണാൻ കഴിയും. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, എന്തിന് മുഖ്യമന്ത്രി ഇന്ന് വിജിലൻസ് ഡയറക്ടറുമായി കൂടിയാലോചന നടത്തണം? അതിനുശേഷം മാത്രം എന്തിനാണ് വിജിലൻസിൻ്റെ ഒരു തീരുമാനം എന്ന നിലയിൽ അന്വേഷണമാകാം എന്ന നിലപാട് വരണം? അല്ല, എനിക്ക് ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല. എന്തിനാണ് വിജിലൻസ് ഡയറക്ടർ മുഖ്യമന്ത്രിയെ കണ്ടത്, അവരൊന്ന് സംസാരിച്ചു, അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ.
പക്ഷേ ഇവിടെയുള്ളത് വിജിലൻസ് ഡയറക്ടറുടെ മുന്നിൽ ഒരു പരാതി വന്നിട്ടുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവും BJP നേതാവും കൊടുത്തിട്ടുള്ള 2 പരാതികളാണ്. ആ പരാതികൾ കിട്ടിയ ഉടൻ തന്നെ നടപടി ഉണ്ടാകണം എന്നാണ് ഇപ്പോൾ പരാതിക്കാർ പറയുന്നത്. അങ്ങനെ ഒരു വേണു തന്നെ സൂചിപ്പിച്ചതുപോലെ അകാരണമായ കാലതാമസം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. ഈ കേസിൽ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ ഈ കേസിൽ അനൗചിത്യമുണ്ട്, തെറ്റുകളുണ്ട്. പക്ഷേ അത് ഒരു വിജിലൻസ് കോടതി അല്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ടതായ ഒരു കുറ്റം, അതിൻ്റെ ഗൗരവം എത്രമാത്രമുണ്ട് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അഴിമതി നിരോധന നിയമത്തിലെ അഴിമതിയുടെ വിപുലമായ വിപുലീകരിക്കപ്പെട്ട നിർവചനത്തിൽ ഈ വിഷയം പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അത് ആലോചിക്കുന്നതിനുള്ള സാവകാശം നൽകില്ല. പരാതി കിട്ടിയാൽ ഉടൻ നടപടി എന്നൊരു ശാഠ്യം പിടിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ EP ജയരാജനെതിരെ ഉന്നയിക്കപ്പെട്ട ഈ കേസ് അതൊരു സാധാരണ ഒരു ആക്ഷേപം മാത്രമാണ്. അതൊരു ലൈംഗിക അപവാദമല്ല, അതൊരു കോഴക്കേസല്ല, സദാചാര വിരുദ്ധമായ കാര്യങ്ങൾ അതിലില്ല, ക്രമവിരുദ്ധമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അത് പരിശോധിക്കട്ടെ. പരിശോധിച്ച് പ്രോസിക്യൂട്ട് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ പ്രോസിക്യൂഷനിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നാളെ വിജിലൻസ് കോടതിയിൽ നൽകുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അറിയുകയും ചെയ്യാം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, പക്ഷേ വിജിലൻസ് സംവിധാനത്തിന് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുന്ന സ്വഭാവമുള്ള ഒരു പരാതിയാണ് ലഭിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ സ്വമേധയാ തന്നെ കേസെടുത്തുകൊണ്ടുള്ള നടപടികളിലേക്ക് വിജിലൻസിന് പോകാൻ കഴിയുന്ന തരത്തിലുള്ള പരാതി. അത് ഈ സംഭവത്തിൻ്റെ ഗൗരവം അത്രത്തോളമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. നാളെ ഇപ്പോൾ കോടതിയിൽ ഇത് വരുന്നു. അപ്പോൾ കോടതിയിൽ പറയും അതൊക്കെ സാന്ദർഭികമായി വിജിലൻസിന് കിട്ടുന്ന ചില അവസരങ്ങൾ. അങ്ങനെയല്ലല്ലോ വിജിലൻസിന് ഒരു ഗൗരവതരമായൊരു പരാതി കിട്ടിയാൽ അതിൻ്റെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ എപ്പോഴും ഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിജിലൻസ് ഡയറക്ടർ അതിൻ്റെ ചുമതലയിൽ ഇരിക്കുമ്പോൾ പ്രവർത്തിക്കാൻ കഴിയുക. ഞാൻ നേരിട്ട് ചോദിക്കുകയാണ്, 13(1)(d) എന്താണ്? ക്രമവിരുദ്ധമായി മറ്റൊരാൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവൃത്തി. അതിവിടെ നടന്നിട്ടില്ലേ? 2, ഈ പറയുന്ന 15 അധികാര ദുർവിനിയോഗം അതിനുവേണ്ടി നടന്നിട്ടില്ലേ? അപ്പോൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ 42 ദിവസത്തെ നീണ്ട ഒരാലോചനാ കാലാവധിയിലേക്ക് പോകാതെ വിജിലൻസിന് പ്രവർത്തിച്ച് തുടങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള ഒന്നല്ലേ ഈ പരാതി? അത് വേണു, എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് നിങ്ങൾ ഒരു 2G സ്പെക്ട്രം അലോട്ട്മെൻറ്റ് പോലെയോ അല്ലെങ്കിൽ അത്തരത്തിൽപ്പെട്ട ഒരു വലിയ ഒരു സംഭവമായി ഇതിനെ മാറ്റിയെടുത്തിരിക്കുകയാണ്. ഇവിടെ 2 കാര്യങ്ങളാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, യോഗ്യതയില്ലാത്ത ഒരാൾക്ക് നിയമനം നൽകി. യോഗ്യതയില്ലാത്തവർക്ക് നിയമനം നൽകുന്നത് ഇതാദ്യമായിട്ടല്ല. അങ്ങനെയുള്ള നിയമനങ്ങളിലാണ് കോടതികൾ ഇടപെടാറുള്ളത്. മറ്റൊന്ന്, ഒരു സ്വന്തക്കാരന് ജോലി നൽകി. ആ സ്വന്തക്കാരന് ജോലി നൽകി അല്ലെങ്കിൽ നിയമനം നൽകി എന്നുള്ള അതാണ് ഇതിലുള്ള ഒരു മര്യാദകേട്, സദാചാര വിരുദ്ധമായ ഒരു അനൗചിത്യം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ 2 കാര്യങ്ങളും ഏതിനെ അടിസ്ഥാനമാക്കുന്ന കേസ് മുന്നോട്ട് പോകുന്നതെങ്കിലും അത് വളരെ അടിയന്തര പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്യേണ്ടതായ അതീവ ഗുരുതരമായ ഒരു സംഭവമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ എനിക്കുള്ള ആക്ഷേപം ഈ വിഷയത്തിൽ ശരിയായ രീതിയിലുള്ള ഒരു പ്രതിരോധം നടത്താൻ പോലും LDF-ന് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു പ്രതിരോധത്തിനോ അല്ലെങ്കിൽ വിശദീകരണത്തിനോ നിൽക്കാതെ നടപടികളിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനും തൃപ്തി വരുന്നില്ല എന്ന് പറഞ്ഞാൽ ആർക്കും ആരെയും തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥ തന്നെയാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഏത് രൂപത്തിൽ പ്രതിരോധിക്കണമായിരുന്നു LDF? അല്ല, എന്താണ് ആക്ഷേപം? ഞാൻ പറഞ്ഞല്ലോ, 2 കാര്യങ്ങളാണ് കണ്ടിട്ടുള്ളത്. ഒന്ന്, നിർദ്ദിഷ്ട യോഗ്യതയില്ലാത്ത ഒരാൾക്ക് നിയമനം നൽകി. 2, അങ്ങനെ നിയമനം ലഭിച്ചയാൾ മന്ത്രിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്, ബന്ധുവാണ്. ഒന്ന് നിയമവിരുദ്ധമാണ്, യോഗ്യതയില്ലാത്തയാൾ. മറ്റൊന്ന് അനൗചിത്യമാണ്. നിയമവിരുദ്ധമായ നിയമനം അത് ആദ്യമായിട്ടാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇത് മാത്രമാണ് നടക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ സർവീസ് കേസുകളൊന്നും കോടതിയിൽ വരാറില്ലല്ലോ, വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവിടെ ഒരു തരത്തിലുമുള്ള പ്രതിരോധമോ വിശദീകരണമോ ഇല്ലാതെ ആക്ഷേപം അംഗീകരിച്ചുകൊണ്ട് നടപടികളിലേക്കാണ് ഈ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്, വിജിലൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് അക്ഷമ കാണിച്ചുകൊണ്ട് ഒന്നും നടക്കുന്നില്ല, തൃപ്തികരമായി മുന്നോട്ട് പോകുന്നില്ല എന്നൊക്കെ പറയുന്നത്. അത് ഇല്ലാത്ത അല്ലെങ്കിൽ ഗൗരവം കുറഞ്ഞ ഒരു സംഭവത്തിന് അമിതമായ ഗൗരവം നൽകി മറ്റ് പല വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിനുള്ള ഒരു പരിപാടി മാത്രമാണ്. ശ്രീ KS ഹരിഹരൻ, ഏത് സർക്കാർ വന്നാലും ഇത്തരം വിപുലമായ അഴിച്ചുപണികൾ ഉണ്ടാകാറുണ്ട്. ബന്ധപ്പെട്ട വകുപ്പുകളിൽ പ്രത്യേക രൂപത്തിലുള്ള നിയമനങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിപ്പോൾ EP മാത്രമായി ചെയ്തിരിക്കുന്നൊരു പിഴവല്ല, വിവിധ വകുപ്പുകളിൽ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ EP-യുടെ കാര്യത്തിൽ ഈ സ്വജനപക്ഷപാതം ഇത്ര പ്രബലമായ ഒരാക്ഷേപമായി ഉയർന്നു വന്ന സാഹചര്യത്തിൽ
സർക്കാർ പ്രതിരോധത്തിലായി അതിവേഗ നടപടികളിലേക്ക് പോകുന്നു. രാഷ്ട്രീയമായ തീരുമാനം വരേണ്ടതുണ്ട്. അതിന് നിശ്ചയിക്കപ്പെട്ട ഒരു സമിതിയുണ്ട്. ആ സമിതി കൂടിയാലോചിക്കാനുള്ള ദിവസമുണ്ട്. ആ ദിവസം നാളെയാണ്. അതുവരെ കാത്തിരിക്കാതെ അക്ഷമരായിക്കൊണ്ട് ഇതാ ഒരു മഹാ അഴിമതി വന്നിരിക്കുകയാണ്, അതിനുമേൽ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ഈ സർക്കാരും ഇടതുമുന്നണിയും എന്ന് ആക്ഷേപിക്കാൻ വകയുണ്ടോ? ഇല്ല, അതിൽ ഒന്ന് അഴിമതിയോടുള്ള സമീപനമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ സത്യപ്രതിജ്ഞ വാചകം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിൽ ഭീതിയോ പ്രീതിയോ കൂടാതെ ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിക്കും എന്നാണ് വാചകം. തീർച്ചയായിട്ടും ഇതിനകത്ത് പ്രീതിയുടെ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം നിയമിച്ചത് ആരെയാണ് എന്ന പ്രശ്നമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മരുമകനെയാണ്. മറ്റൊന്ന് മരുമകളാണ്. മറ്റുള്ളവരൊക്കെ ഏറ്റവും അടുത്ത നേതാക്കളുടെ മക്കളാണ്. അവർക്ക് പലർക്കും യോഗ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇത് വിജിലൻസ് അന്വേഷിക്കുന്നതിന് മുമ്പേ അദ്ദേഹം രാജിവെച്ച് പോകേണ്ടതാണ്. പ്രാഥമികമായി തന്നെ തെറ്റായ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയത് ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ട് തെളിയിക്കപ്പെട്ട ഒരു സംഭവത്തിൽ നമ്മൾ അതിൻ്റെ മറ്റ് വശങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. അത് അഴിമതിയോടുള്ള സമീപനത്തിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾ അഴിമതിയെ അത് ദോഷം കുറഞ്ഞ അഴിമതി, ദോഷം കൂടിയ അഴിമതി, വ്യാപ്തി കൂടിയ അഴിമതി അങ്ങനെ വ്യാഖ്യാനിക്കുമോ? ചെറിയ അഴിമതിയെപ്പോലും തെറ്റാണെന്ന് കണ്ട് തുടക്കത്തിൽ തന്നെ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒഴിയുമോ എന്നുള്ള പ്രശ്നമാണ്. സെബാസ്റ്റ്യൻ പോളിനെ പോലുള്ള സുഹൃത്തുക്കൾ അതിൻ്റെ നിയമപരമായ സാങ്കേതിക കാര്യങ്ങളിലേക്ക് പോയിട്ട് ഇതിനകത്ത് വെള്ളം ചേർക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു ചെറിയ പിഴവ് പോലും വരാതെ കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ച ലക്ഷക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്തിട്ടാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. അങ്ങനെ അധികാരത്തിൽ വരുമ്പോൾ അവർ അതിനു മുമ്പുള്ള ഏറ്റവും വൃത്തികെട്ട അഴിമതി നിറഞ്ഞ ഒരു ഗവൺമെൻറ്റിനെ താഴെ ഇറക്കിയിട്ടാണ് ജനങ്ങൾ ഇതിനെ അധികാരത്തിലേറ്റുന്നത്. സ്വാഭാവികമായിട്ടും ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യത്യസ്തമായ ഒരു ഗവൺമെൻറ് ഉണ്ടാവണം. അഴിമതിയില്ലാത്ത, സ്വജനപക്ഷപാതം ഇല്ലാത്ത ഒരു സർക്കാർ ഉണ്ടാവണം. ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തോട് നീതി പുലർത്താൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന പ്രഖ്യാപനമാണ് ഗവൺമെൻറ് നടത്തുന്നത്. തീർച്ചയായിട്ടും ഇ.പി. ജയരാജൻ്റെ നടപടികൾ അദ്ദേഹം എത്രയും മുമ്പേ രാജിവെച്ച് പോകേണ്ടതാണ്. കാരണം കയ്യോടെ പിടിക്കപ്പെട്ട ഒരാളാണ്. അതിന് വേറെ ഡിഫൻസിൻ്റെ കാര്യമേ ഇല്ല, അത് പ്രതിരോധത്തിൻ്റെ കാര്യമേ ഇല്ല. നേരത്തെ തന്നെ രാജിവെച്ച് പോകേണ്ടതാണ്. വിജിലൻസിൻ്റെ കാര്യങ്ങളിൽ മുൻ ഗവൺമെൻറ് കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ജേക്കബ് തോമസ് ചെയ്യുന്ന ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വിഡ്ഢിത്തമാണ്. കാരണം അതിന് അദ്ദേഹത്തിനുള്ള പ്രാപ്തി ഈ ഗവൺമെൻറ്റിന് കീഴിലും കിട്ടാൻ സാധ്യതയില്ല. ശ്രീ കെ സുരേന്ദ്രൻ, നാളെ കോടതിയിൽ ഈ ഹർജി വരികയും വിജിലൻസ് അവരുടെ നിലപാട് വ്യക്തമാക്കുകയും സ്വാഭാവികമായ 1.5 മാസത്തെ ഒരു കാലാവധി, 42 ദിവസത്തെ കാലാവധി കോടതി അനുവദിച്ചു കൊടുക്കുകയും വലിയ നിരീക്ഷണങ്ങളൊന്നും കോടതി പ്രഥമ ദൃഷ്ട്യാ നടത്താതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ സാഹചര്യങ്ങൾ മാറാനിടയുണ്ട്. അതിനു മുൻപ് സെക്രട്ടറിയുടെ തീരുമാനം വരുമോ, അതോ കോടതിയുടെ പരാമർശം കൂടി എന്തെന്ന് നോക്കിയിട്ടാകാമെന്ന സാവകാശം തേടുമോ, ഇതൊന്നും അറിയില്ല. അപ്പോൾ പോലും ഇതെല്ലാം നാളെ തുറന്നു കിടക്കുന്ന അവസരങ്ങളാണ് സർക്കാരിനെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും. അതിനെ എങ്ങനെ പ്രതിരോധിക്കും? അല്ല വേണു, ഞാൻ ഇതിനെ കാണുന്നത് ഇത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയോ സംസ്ഥാന സെക്രട്ടേറിയറ്റോ തീരുമാനിക്കേണ്ട ഒരു വിഷയമല്ല. അതാണ് ഞാനിതിനെ പ്രാഥമികമായിട്ട് കാണുന്നത്. സെക്രട്ടേറിയറ്റ് പറഞ്ഞാൽ ജയരാജൻ രാജിവെക്കും, സെക്രട്ടേറിയറ്റ് പറഞ്ഞില്ലെങ്കിൽ ജയരാജൻ രാജിവെക്കില്ല, അങ്ങനെയല്ല. എനിക്ക് അത്ഭുതം തോന്നുന്നു നിയമവിദഗ്ധനായിട്ടുള്ള ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ തന്നെ ഇങ്ങനെ പറയുന്നത്. ഇത് ക്ലിയറായിട്ട് നിയമമാണ്, അത് വളരെ വ്യക്തമായിട്ടുള്ളതാണ്. സ്വജനപക്ഷപാതവും അഴിമതിയും അതിൻ്റെ എമൗണ്ട് എത്രയുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാവിറ്റി എത്രയുണ്ട് അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. അഴിമതി നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ നേരത്തെ വേണു തന്നെ പറഞ്ഞു, 13(1)D ആയാലും 15 ആയാലും ഈ കാര്യത്തിൽ വളരെ വ്യവസ്ഥാപിതമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ലളിതകുമാരി കേസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ജയരാജൻ്റെ അഴിമതി അത്ര ഗൗരവമില്ല എന്ന് എങ്ങനെയാണ് പറയുന്നത്? ഞാൻ പറയും, ഇപ്പോൾ കിൻഫ്രയിൽ കോലിയക്കോട് കൃഷ്ണൻ നായരുടെ മകൻ ഉണ്ണികൃഷ്ണൻ, ഞാൻ ഇന്നലെ ആ വാർത്തകൾ ആ